ഫോണിന്റെ സ്ക്രീനിലെ ആ ബ്ലോക്ക് ബട്ടൺ അമർത്തുമ്പോൾ ആദ്യം തോന്നുക ചെറിയൊരു ആശ്വാസമായിരിക്കും. ഇനി ഫോണിലേക്ക് നോട്ടിഫിക്കേഷനുകൾ വരില്ല, അവർ ഓൺലൈനാണോ എന്ന് നോക്കേണ്ടതില്ല. സ്വന്തം സമാധാനത്തിനു വേണ്ടി എടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കും. ഫോൺ മാറ്റിവെച്ച് ഉറങ്ങാൻ കിടക്കും. പക്ഷെ കുറച്ചു സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പതിയെ ചില ചോദ്യങ്ങൾ ഉള്ളിലേക്ക് വരും. അവരിപ്പോഴെന്ത് ചെയ്യുന്നുണ്ടാകും? ഞാൻ ബ്ലോക്ക് ചെയ്ത കാര്യം അവർ അറിഞ്ഞു കാണുമോ? അവർക്ക് സങ്കടമുണ്ടോ? അതോ ഇതൊന്നും ബാധിക്കാതെ അവരുടേതായ സന്തോഷത്തിലാണോ? ഒടുവിൽ ആ പ്രൊഫൈൽ ഒന്ന് നോക്കിയിട്ട് ഉടനെ തിരിച്ചു ബ്ലോക്ക് ചെയ്യാമെന്ന് മനസ്സ് പറയും. എല്ലാം അവസാനിപ്പിച്ച് ബ്ലോക്ക് ചെയ്ത ശേഷവും വീണ്ടും ആ പ്രൊഫൈൽ തിരയാൻ മനസ്സിങ്ങനെ കൊതിക്കുന്നത് എന്തുകൊണ്ടാകാം? ഇങ്ങനെ തോന്നുന്നു എന്നതിനർത്ഥം അതൊരു വലിയ പ്രണയമാണെന്നോ നിങ്ങൾക്കവരെ പിരിയാൻ കഴിയില്ലെന്നോ അല്ല. ഒരാളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് എപ്പോഴും അവരോടുള്ള വെറുപ്പ് കൊണ്ടാകണമെന്നില്ല. പലപ്പോഴും മാനസികമായി വല്ലാതെ തളർന്നു പോകുമ്പോൾ കൂടുതൽ സങ്കടങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാകാം ആ തീരുമാനമെടുക്കുന്നത്. എന്നാൽ നമ്മളൊരാളെ ബ്ലോക്ക് ചെയ്തു എന്നതുകൊണ്ട് മാത്രം അവരിൽ നിന്ന് വൈകാരികമായി പൂർണ്ണമായും അകന്നു എന്ന് പറയാനാകില്ല. മനുഷ്യന്റെ മനസ്സിന് വല്ലാത്തൊരു സ്വഭാവമുണ്ട്. ഒരാൾ നമ്മുടെ വികാരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ദിവസങ്ങളുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞാൽ, ആ ബന്ധം പെട്ടെന്നില്ലാതാകുമ്പോൾ തലച്ചോറിനതൊരു അപരിചിതമായ ശൂന്യതയായി തോന്നും. സ്ഥിരമായി സംസാരിച്ചിരുന്ന സമയത്ത് അവരുടെ ഒരു മെസ്സേജോ ചിത്രമോ ഒക്കെ കാണുന്നത് തലച്ചോറിന് വളരെ പരിചിതമായൊരു വൈകാരിക ശീലമായിരുന്നു. നിങ്ങളവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ശീലം പെട്ടെന്നവിടെ മുറിയുകയാണ്. ആ ശൂന്യതയെ മറികടക്കാൻ, അല്ലെങ്കിൽ ആ പഴയ ശീലത്തിന്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി മാത്രമാകാം ഒറ്റത്തവണ കൂടി ആ പ്രൊഫൈൽ നോക്കാമെന്ന് മനസ്സ് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സൈക്കോളജിയിൽ ഇത്തരം അവസ്ഥകളെ വിശദീകരിക്കാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. കൃത്യമായൊരു അവസാനമില്ലാതെ പാതി വഴിയിൽ നിന്നുപോകുന്ന വൈകാരിക അനുഭവങ്ങളെ തലച്ചോർ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. വൈകാരികമായ ആ ബന്ധത്തിന് കൃത്യമായൊരു ക്ലോഷർ കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ടാകും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാകാം നമ്മൾ വീണ്ടും ആ പഴയ പ്രൊഫൈലിലേക്ക് പോകുന്നത്. സോഷ്യൽ മീഡിയ സത്യത്തിൽ ഇത്തരം വൈകാരികമായ അകലങ്ങളെ കുറച്ചുകൂടി സങ്കീർണമാക്കുകയാണ്. വിരൽ തുമ്പിൽ എപ്പോഴും അവരെക്കുറിച്ചറിയാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അകന്നു നിൽക്കുക എന്നത് പലപ്പോഴും വലിയൊരു പോരാട്ടമായി മാറുന്നു. ചുരുക്കത്തിൽ, ഒരാളെ ബ്ലോക്ക് ചെയ്ത ശേഷം വീണ്ടും അവരെ തിരയുന്നത് നിങ്ങളുടെ ബലഹീനത കൊണ്ടല്ല. അതൊരു സ്വാഭാവികമായ മനുഷ്യസഹജമായ അവസ്ഥയെ മാത്രമാണ്. ജീവിതത്തിൽ പെട്ടെന്നുണ്ടായൊരു മാറ്റത്തോട് പൊരുത്തപ്പെടാൻ നിങ്ങളുടെ മനസ്സെടുക്കുന്ന സമയമാണിത്. ചില വികാരങ്ങൾ കെട്ടടങ്ങാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തലച്ചോറിനും കുറച്ചു സമയം നൽകുക. മനുഷ്യന്റെ മനസ്സിലെ ഇത്തരം കൗതുകകരമായ കാര്യങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഈ ചാനലിനൊപ്പം കൂടാം. Until the next thought, the human delay.